പേജ് നമ്പർ 123 കൺസിഡറേഷൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ കൺസിഡറേഷൻ പേയബിൾ ടു ദ അക്വയറി ഫോർ ദ ബിസിനസ് അക്വയേർഡ് ഇസ് കോൾഡ് കൺസിഡറേഷൻ. അക്വയറിയുടെ ബിസിനസ് അക്വയർ ചെയ്യുന്നതിന് പകരമായിട്ട് അക്വയറി ബിസിനസ്സിന് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുക. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ആസ് പെർ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ കമ്പനീസ്. ഈ രണ്ട് കമ്പനീസും തമ്മിൽ ഉള്ള എഗ്രിമെൻറ്റിൻ്റെ ബേസിലായിരിക്കും അവരവരുടെ കൺസിഡറേഷൻ തുക തീരുമാനിക്കുക. The entity that obtains control of the acquiry is called acquirer. അത് നമുക്കറിയാം. കൺട്രോൾ കിട്ടുന്ന കമ്പനിയെ അക്വയറർ എന്നാണ് പറയുക. ആരുടെ മേലാണോ കൺട്രോൾ കൊണ്ടുവരുന്നത് അവരെയാണ് അക്വയറി എന്ന് പറയുക. ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സം ഓഫ് അക്വിസിഷൻ ഡേറ്റ് ഫെയർ വാല്യൂസ് ഓഫ് അസറ്റ്സ് ട്രാൻസ്ഫേർഡ് ബൈ ദ അക്വയറർ, the liabilities incurred by the acquirer to former owners of the acquiry and the equity interest issued by the acquirer. ഈ മൂന്ന് കാര്യങ്ങളുടെ സമ്മാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് അക്വിസിഷൻ ഡേറ്റിലെ ഫെയർ വാല്യൂ. അക്വയറർ കമ്പനി എത്ര അസറ്റാണോ അക്വയറിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിൻ്റെ ഫെയർ വാല്യൂ പ്ലസ് ലയബിലിറ്റീസ് ഇൻകേർഡ് ബൈ ദ അക്വയറർ ടു ഫോമർ ഓണേഴ്സ്. മുൻപ് ഉള്ള ഓണേഴ്സിന് കൊടുക്കാനുള്ള ലയബിലിറ്റീസ്, അക്വയറി കമ്പനിയുടെ ലയബിലിറ്റീസ്. ഓക്കെ, അക്വയറി കമ്പനിയുടെ ഓണേഴ്സിന് കൊടുക്കാനുള്ള ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഇൻട്രസ്റ്റ് ഇഷ്യൂഡ് ബൈ ദ അക്വയറിയുടെ ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ്വർത്ത് വാങ്ങുന്നതിന് പകരമായിട്ട് അവർക്ക് കൊടുത്തിട്ടുള്ള എമൗണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പേയ്മെൻറ്റ് നടത്തുന്നത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ അസറ്റ് ആയിട്ടോ കണ്ടിൻജൻറ്റ് കൺസിഡറേഷൻ ആയിട്ടോ ഓർഡിനറി ഇക്വിറ്റി ഷെയർസ് ആയിട്ടോ പ്രിഫറൻസ് ഷെയർസ് ആയിട്ടോ ഓപ്ഷൻസ്, വാറൻസ് തുടങ്ങിയ ഡെറിവേറ്റീവ്സ് ആയിട്ടോ അല്ലെങ്കിൽ മെമ്പർ ഇൻട്രസ്റ്റ് ഓഫ് മ്യൂച്വൽ എൻറ്റിറ്റീസ്, ഇങ്ങനെ പലതുമായിട്ട് എന്ത് ചെയ്യാം, കൺസിഡറേഷൻ കൊടുക്കാവുന്നതാണ്. ദ കൺസിഡറേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി പേയ്മെൻറ്റ് ടു ഔട്ട്സൈഡ് ഇൻക്ലൂഡിങ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ കൊടുക്കാനുള്ള പേയ്മെൻറ്റ് ഏതിൽ ഉൾപ്പെടാറില്ല, കൺസിഡറേഷനിൽ ഉൾപ്പെടാറില്ല. ദെൻ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കാൽക്കുലേഷനുള്ള മെത്തേഡ്സാണ്. ഫസ്റ്റ് വൺ ലംസം മെത്തേഡ്, ദെൻ സെക്കൻഡ് വൺ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്. ലംസം മെത്തേഡ് പ്രകാരം പറയുകയാണെങ്കിൽ sometimes the acquirer agrees to pay a fixed sum of money to the acquiring company as consideration. ചില സമയത്ത് അക്വയറി കമ്പനിക്ക് അക്വയറർ ഒരു ഫിക്സഡ് സം ഓഫ് മണി കൺസിഡറേഷനായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ലംസം മെത്തേഡ് ഓഫ് കൺസിഡറേഷൻ എന്ന്. ദസ് കൺസിഡറേഷൻ ഇസ് മെൻഷൻഡ് ഇൻ ദ എഗ്രിമെൻറ്റ്. ഇൻ ദിസ് കേസ് ദർ ഇസ് നോ നീഡ് ടു കമ്പ്യൂട്ട് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ കൺസിഡറേഷൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രത്യേകം കാൽക്കുലേഷൻ ഓഫ് കൺസിഡറേഷൻ ചെയ്യേണ്ട കാര്യമില്ല. ഫോർ എക്സാമ്പിൾ, എ ലിമിറ്റഡ് പർച്ചേസസ് ദ ബിസിനസ് ഓഫ് ബി ലിമിറ്റഡ് ഫോർ കൺസിഡറേഷൻ ഓഫ് ₹5 lakhs. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എ ലിമിറ്റഡോ ബി ലിമിറ്റഡിൻ്റെ ബിസിനസ് വാങ്ങിയിട്ടുണ്ട്, അത് 5 ലക്ഷം രൂപ കൺസിഡറേഷൻ കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൺസിഡറേഷൻ എത്രയാണെന്ന് ലംസം എമൗണ്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ദർ ഇസ് നോ നീഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് കൺസിഡറേഷൻ. അടുത്തത് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡാണ്. ഈ മെത്തേഡിൽ കാൽക്കുലേഷൻ ഓഫ് കൺസിഡറേഷൻ ചെയ്യുന്നത് ബൈ ആഡിങ് ഓൾ ദ പേയ്മെൻറ്റ്സ് വിച്ച് ദ അക്വയറർ agrees to make in the form of shares, securities and cash to shareholders of the acquiree. അതായത് ഏതെല്ലാം തരത്തിലുള്ള പേയ്മെൻ്റ് ആണോ അക്വയറർ കമ്പനി നടത്തുന്നത്, ആർക്കൊക്കെ അക്വയറിക്ക് കൊടുക്കുന്നത്, അതായത് ഷെയറിൻ്റെ രൂപത്തിൽ എത്ര പേയ്മെൻറ്റ് കൊടുക്കുന്നു, സെക്യൂരിറ്റീസ് ആയിട്ട് എത്ര പേയ്മെൻറ്റ് കൊടുക്കുന്നു, ക്യാഷ് ആയിട്ട് എത്ര പേയ്മെൻറ്റ് കൊടുക്കുന്നു, അക്വയറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് അക്വയറി കമ്പനിയുടെ ബിസിനസ് അക്വയർ ചെയ്യുന്നത് സംബന്ധിച്ച് എത്ര പേയ്മെൻറ്റ് ഏതെല്ലാം രൂപത്തിൽ കൊടുക്കുന്നു എന്നുള്ളത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിലൂടെയുള്ള കൺസിഡറേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ ഏതെല്ലാം കാര്യങ്ങളാണ്
കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡിലൂടെ ആഡ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ഓൾ പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ കൺസിഡറേഷൻ ഓഫ് അക്വയറി. All payment made for shareholders of the acquiree. Such a payment may be made for the equity or preference shareholders and may be in the form of shares and cash. അതായത് അക്വയറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുള്ള എല്ലാ പേയ്മെൻറ്റും ഉൾപ്പെടുത്തേണ്ടതാണ് കൺസിഡറേഷനിൽ. അപ്പോൾ ഏതെല്ലാം പേയ്മെൻ്റ് ആയിരിക്കും അക്വയറിക്ക് കൊടുത്തിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ ഇക്വിറ്റി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക്, പ്രിഫറൻസും ഉണ്ടെങ്കിൽ അവർക്കും, ഈ 2 ഷെയർ ഹോൾഡേഴ്സിനും ഷെയറായിട്ട് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും, ക്യാഷായിട്ട് എത്ര രൂപ അക്വയറർ കമ്പനി കൊടുത്തിട്ടുണ്ടാവും. അതായത് അക്വയറർ കമ്പനി അക്വയറി കമ്പനിയുടെ ബിസിനസ് അക്വയർ ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അക്വയറി കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനാണ് എമൗണ്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അക്വയറി കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും അക്വയറി കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും അക്വയറർ കമ്പനി എന്തെല്ലാം പേയ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്, ഷെയറായിട്ട് എത്ര കൊടുക്കുന്നുണ്ട്, ക്യാഷായിട്ട് എത്ര കൊടുക്കുന്നുണ്ട്, ഇൻ റിട്ടേൺ ആയിട്ട്, കൺസിഡറേഷൻ ആയിട്ട് എന്നുള്ളത് എടുക്കേണ്ട കാര്യമുണ്ട്. അതിനടുത്ത് കൺസിഡറേഷൻ വുഡ് നെവർ ഇൻക്ലൂഡ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് അതർ ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സ്. അക്വയറിയുടെ ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിനോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ കൊടുക്കുന്ന പേയ്മെൻ്റ് ഒന്നും കൺസിഡറേഷനിൽ ഉൾപ്പെടുത്താറില്ല. ദീസ് മേ ബി ടേക്കൺ ഓവർ ബൈ ദ അക്വയറർ ആൻഡ് ദെൻ പെയ്ഡ് ബൈ ഇറ്റ്. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അക്വയറിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനും ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിനും കൊടുക്കാനുള്ള എമൗണ്ട് അക്വയറിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുകയല്ല ചെയ്യുക. നേരിട്ട് അക്വയറർ ഈ വാങ്ങുന്ന സബ്സിഡറി കമ്പനിയുടെ ലയബിലിറ്റീസ് മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് അക്വയറർ കമ്പനി തന്നെ അതിനെ പേ ഓഫ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. ഡയറക്റ്റായിട്ട് അവർ പേ ചെയ്യുകയാണ് ചെയ്യുക. ദ പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ദ അക്വയറർ ടുവാർഡ്സ് ദ കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഈസ് ഓൾസോ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ കൺസിഡറേഷൻ. അതായത് അക്വയറർ കമ്പനി വൈൻഡിങ് അപ്പ് സംബന്ധിച്ച അല്ലെങ്കിൽ ലിക്വിഡേഷൻ എക്സ്പെൻസസ്, ഒരു കമ്പനി സബ്സിഡറി കമ്പനി പൂട്ടി പോവുകയാണ്, അത് സംബന്ധിച്ച് എന്തെങ്കിലും പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്ത് ചെയ്യാറില്ല, കൺസിഡറേഷനിൽ കണക്കാക്കാറില്ല. ദെൻ വൈൽ കാൽക്കുലേറ്റിംഗ് കൺസിഡറേഷൻ അണ്ടർ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് ദ ഫോളോയിങ് പോയിൻറ്റ്സ് ഷുഡ് ബി ഓൾസോ ബി നോട്ടഡ്. ഇനി ഇത് മാത്രമല്ല, കുറച്ചുകൂടി കാര്യങ്ങൾ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം മനസ്സിലാക്കേണ്ടതുണ്ട്. മുകളിൽ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം ഷെയർ ഹോൾഡേഴ്സ് ഓഫ് അക്വയറിക്ക് കൊടുത്തിട്ടുള്ള എല്ലാ പേയ്മെൻറ്റും എടുക്കണം. അത് ഷെയർസ് ആയാലും ക്യാഷ് ആയാലും എല്ലാം ആഡ് ചെയ്യണം. പിന്നെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എടുക്കരുത്. അതേപോലെ തന്നെ അക്വയറിയുടെ കോസ്റ്റ് ഓഫ് വൈൻഡിങ് അപ്പ് കൺസിഡറേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല. അത് കൂടാതെ ശ്രദ്ധിക്കേണ്ടത്, കൺസിഡറേഷൻ ഇൻക്ലൂഡ്സ് ദ പേയ്മെൻറ്റ്, അതിപ്പോൾ ഷെയറോ ഡിബഞ്ചറോ ക്യാഷോ ആയിക്കോട്ടെ, മെയ്ഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓൺലി. ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തിട്ടുള്ള കൺസിഡറേഷൻ മാത്രമാണ് നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരമുള്ള കൺസിഡറേഷനായിട്ട് എടുക്കാറുള്ളത്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ആർ നോട്ട് കൺസിഡേർഡ് ഫോർ കാൽക്കുലേഷൻ ഓഫ് കൺസിഡറേഷൻ. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം ഏതെല്ലാം അസറ്റ് ലയബിലിറ്റിയും എടുത്തുവോ അതിനുള്ള കൺസിഡറേഷൻ എന്ത് ചെയ്യാറില്ല, ഈ നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം ചെയ്യാറില്ല. അസറ്റ്സ് ടേക്കൺ ഓവർ ഷുഡ് നോട്ട് ബി ആഡഡ് ആൻഡ് ലയബിലിറ്റീസ് അസ്യൂംഡ് ഷുഡ് നോട്ട് ബി ഡിഡക്റ്റഡ്. ഏതെല്ലാം അസറ്റ് ടേക്കൺ ഓവർ ചെയ്തു അതൊന്നും കണക്കാക്കാറില്ല, ലയബിലിറ്റീസും ടേക്കൺ ഓവർ ചെയ്തതൊന്നും എടുക്കാറില്ല. ദെൻ ഇഷ്യൂ പ്രൈസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഇസ് ടു ബി കൺസിഡേർഡ്. ഷെയറിൻ്റെയും ഡിബഞ്ചറിൻ്റെയും ഇഷ്യൂ പ്രൈസ് കൺസിഡർ ചെയ്യാറുണ്ട്, ഇൻ പ്രീമിയം ഉൾപ്പെടെ. If shares are issued of dash rupees at the market value of dash rupees stated in the question, the market value should be taken into account. അതായത് ഷെയർ ഇഷ്യൂ ചെയ്തത് ഇത്ര രൂപയ്ക്കാണ്, പക്ഷെ അതിൻ്റെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു മാർക്കറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാർക്കറ്റ് വാല്യൂ എത്രയാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ കോട്ടഡ് ഇൻ മാർക്കറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളതെങ്കിലും, കോട്ടഡ് ഇൻ മാർക്കറ്റാണ് ഇതിന് പകരമായിട്ട് കോട്ടഡ് ഇൻ മാർക്കറ്റ് എന്ന ഒരു ഫ്രേസാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്
കൺസിഡറേഷൻ കമ്പ്യൂട്ട് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ്സ്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മൂന്നാമത്തെ മെത്തേഡാണ് നെറ്റ് അസറ്റ് മെത്തേഡ്. അതിലാണ് അസറ്റും ലയബിലിറ്റീസും കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൺസിഡറേഷൻ കണ്ടുപിടിക്കുക. നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് പ്രകാരം എത്ര രൂപ ഷെയറായിട്ടോ ക്യാഷായിട്ടോ അക്വയറി കമ്പനിക്ക് കൊടുത്തു എന്ന് മാത്രമേ കമ്പ്യൂട്ട് ചെയ്യാറുള്ളൂ, അല്ലാതെ അസറ്റിനെയും ലയബിലിറ്റിയും ഇവിടെ കണക്കാക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം നോക്കിയതിന് ശേഷം അടുത്ത മെത്തേഡിലെ പ്രോബ്ലം നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഇവിടെ പേജ് നമ്പർ 124 ഇല്ലുസ്ട്രേഷൻ 1 കൊടുത്തിട്ടുണ്ട്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എ ലിമിറ്റഡ് ആൻഡ് ബി ലിമിറ്റഡ് ആസ് 31/3/2020 ആസ് ഗിവൺ ബിലോ. എ ലിമിറ്റഡിൻ്റെയും ബി ലിമിറ്റഡിൻ്റെയും എമൗണ്ട്സ് തമ്മിൽ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അണ്ടറിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉള്ളത് രണ്ട് പേർക്കും ഉണ്ട്. പിന്നെന്താ ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർസാണ് അവിടെ ഉള്ളത് രണ്ട് പേർക്കും. ഒരു ഷെയറിന് 10 രൂപ വെച്ച്. ജനറൽ റിസർവ് ഉണ്ട്, P&L ഉണ്ട്. നോൺ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് ഡിബഞ്ചേഴ്സ് ഉണ്ട്, രണ്ട് പേർക്കും ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ്, നോൺ കറണ്ട് അസറ്റ്സ്, അതിൽ ഫിക്സഡ് അസറ്റും ടാഞ്ചിബിൾ അസറ്റും ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും പറഞ്ഞിട്ടുണ്ട്, ഓരോന്നും ഉണ്ട്. നോട്ട് കൊടുത്തിട്ടുള്ളത് ഫിക്സഡ് അസറ്റ് എങ്ങനെയൊക്കെയാണെന്നാണ്. അതായത് ഇവിടെ ഫിക്സഡ് അസറ്റിനുള്ള ഫസ്റ്റ് നോട്ട് ഫിക്സഡ് അസറ്റിന് മൊത്തം എമൗണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് പേർക്കും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഉണ്ടെന്ന് ഇവിടെ നോട്ടിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻറ്റാഞ്ചിബിൾ അസറ്റ് വന്നിട്ട് ഗുഡ് വില്ലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഗുഡ് വില്ലാണ്. ഈ രണ്ട് എമൗണ്ട്സ് ഗുഡ് വില്ലാണ്. അത്രേ അവിടെ ഉള്ളൂ. നോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്, അതിവിടെ തന്നിട്ടുണ്ട്. ദ ടു കമ്പനീസ് എഗ്രി ടു ഫോം ആണ്. അവിടെ ഫ്രം എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഫോം ആണ്. The two companies agreed to form a business combination. For this purpose, a company C Limited which will take over the assets and liabilities of these two companies. രണ്ട് കമ്പനീസും ബിസിനസ് കമ്പൈൻ ചെയ്യാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് സി ലിമിറ്റഡ് എന്ന പുതിയ കമ്പനി ഇവരുടെ രണ്ട് പേരുടെയും അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് അക്വയർ ചെയ്തു 1/4/2020. അപ്പോൾ ആ സമയത്ത് എ ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനും ബി ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനും സി ലിമിറ്റഡ് കൊടുത്ത കൺസിഡറേഷൻ്റെ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. എ ലിമിറ്റഡിന് കൊടുത്തിട്ടുള്ളത് ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ഷെയർ ഓഫ് 10 of ₹10 in the company would receive 1 share of 10 each. 1 share of ₹10 each. 5 paid up and 4 in cash. അതായത് ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ഷെയർ ഓഫ് 10 ഇൻ ദ കമ്പനി. അതായത് എ ലിമിറ്റഡ് എന്ന കമ്പനിയിലുള്ള ഓരോ ഷെയറിനും ഓരോ 10 രൂപ വാല്യൂ ഉള്ള ഓരോ ഷെയറിനും പുതിയ കമ്പനിയുടെ ഒരു ഷെയർ കിട്ടും 10 രൂപ വെച്ച്. ഓക്കെ, ഹോൾഡേഴ്സ് ഓഫ് ഈച്ച് ഷെയർ ഓഫ് ₹10 ഇൻ ദ കമ്പനി. അതായത് ഇവിടെ ഇപ്പോൾ എത്ര 10 രൂപയുടെ ഷെയർ ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന എ ലിമിറ്റഡിൻ്റെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2 lakhs ആണ്. അപ്പോൾ 2 lakhsൽ എത്ര 10 രൂപയുടെ ഷെയർ ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്വാഭാവികമായിട്ടും 2 lakh ഡിവൈഡഡ് ബൈ 10 ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 lakh ഡിവൈഡഡ് ബൈ 10 ചെയ്യുന്ന സമയത്ത് 20,000 എന്നുള്ള എമൗണ്ട് കിട്ടും. ആ 20,000 എമൗണ്ടിന് എത്ര ഷെയറാണ് കിട്ടുന്നതെന്ന് നോക്കുക. 20,000 ഷെയർസാണ് അവിടെ ഉള്ളത്. ആ 20,000 ഷെയർസിന് എത്ര ഷെയറാണ് കൊടുക്കുന്നത്? 20,000 ഷെയർസ് അല്ലെങ്കിൽ 20,000 ഷെയറിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് വുഡ് റിസീവ് 1 ഷെയർ. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ആ 20,000 ഷെയർസിനും ഓരോ ഷെയർ കിട്ടുമെന്ന് പറയുമ്പോൾ 20,000 × 1 20,000 ഷെയർസ് തന്നെയാണ് കൊടുക്കുന്നത്. അതിന് എത്ര രൂപ വെച്ചാണ് കൊടുക്കുന്നത്? 10 രൂപ വെച്ച് 10 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഷെയറിനും 10 രൂപ വെച്ച് കൊടുക്കുന്നു. 10 രൂപ വെച്ച് കൊടുക്കുന്നു. ആ 10 രൂപ വെച്ച് കൊടുക്കുന്ന ഓരോ ഷെയറിലെ 10 രൂപ വിലയുള്ള ഓരോ ഷെയർസ് വീതം കൊടുക്കുന്നു. ആൻഡ് അതിൽ 5 പെയ്ഡപ്പാണ്, 4 in cash ആണ്. അതായത് 5 രൂപ ഷെയറിന് പ്രൈസായിട്ട് കൊടുക്കുന്നു. ആൻഡ് 5 രൂപയാണ് ഷെയർ ചെയ്യുന്നു. 10 രൂപയിൽ 5 രൂപ പേ ചെയ്യുന്നുണ്ട്. ആൻഡ്
4 രൂപ ക്യാഷായിട്ട് കൊടുക്കുന്നുണ്ട്.